നമസ്കാരം. ഉക്രൈൻ റഷ്യൻ സംഘർഷവും അവിടുത്തെ സമാധാനം പുനഃസ്ഥാപിക്കാനുള്ള ശ്രമങ്ങളും എന്നും അന്താരാഷ്ട്ര വാർത്തകൾ നിറയുകയാണ്. ട്രംപ് പലപ്പോഴും സമാധാനം പുനഃസ്ഥാപിക്കാൻ എന്ന തരത്തിൽ മുന്നിട്ടിറങ്ങിയിട്ടും അതെല്ലാം പാളിപ്പോകുന്ന സ്ഥിതിവിശേഷമാണ് ഉണ്ടാകുന്നത്. എന്നാൽ ഇവിടെയും അമേരിക്ക പറയുന്നതല്ല റഷ്യക്ക് പ്രധാനം, മറിച്ച് ഇന്ത്യ പറയുന്നതാണ് റഷ്യക്ക് പ്രധാനം. അതുകൊണ്ട് തന്നെയും മോദി മുൻകൈയെടുത്താൽ മാത്രമേ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സമാധാനം സ്ഥാപിക്കുകയുള്ളൂ. ഇപ്പോ അതാ വാർത്തകൾ നിറയുന്നത് മറ്റൊരു കാര്യമാണ്. അതായത് ഉക്രൈന്റെ യുദ്ധവാഹനമാണ് വാർത്തകൾ നിറയുന്നത്. ആഡംബര കാറിനെ യുദ്ധവാഹനമാക്കി മാറ്റിയിരിക്കുകയാണ് ഉക്രൈൻ. റഷ്യയുമായി 4 വർഷമായി തുടരുന്ന യുദ്ധത്തിനിടെയാണ് ഉക്രൈന്റെ ഈ പുതിയ നീക്കം. ആഡംബര കാറായ BMW 7 സീരീസിനെയാണ് ഉക്രൈൻ സൈന്യം യുദ്ധക്കളത്തിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നത്. കാറിൽ റോക്കറ്റ് ലോഞ്ചർ സംവിധാനം ഘടിപ്പിച്ചാണ് ഉക്രൈന്റെ പരീക്ഷണം. പരമ്പരാഗത ആയുധങ്ങൾക്ക് പകരം യുദ്ധത്തിൽ റഷ്യയും ഉക്രൈനും നിരവധി സംവിധാനങ്ങൾ പരീക്ഷിക്കുന്നുണ്ട്. ഇതിൽ പുതിയതാണ് BMW കാറിനെ റോക്കറ്റ് ലോഞ്ചറാക്കി മാറ്റിയിരിക്കുന്നത്. വർഷങ്ങളായി തുടരുന്ന യുദ്ധത്തിൽ പിടിച്ചു നിൽക്കുന്നുണ്ട് എങ്കിലും കടുത്ത ഉപകരണക്ഷാമം ഉക്രൈൻ നേരിടുന്നുണ്ട്. യുദ്ധോപകരണ വിതരണ ശൃംഖലയ്ക്കുണ്ടാക്കിയ വിള്ളലിനെ തുടർന്നാണ് താൽക്കാലിക സംവിധാനമായി ആഡംബര കാറിനെ യുദ്ധക്കളത്തിലേക്ക് കൊണ്ടുവരാൻ ഉക്രൈൻ നിർബന്ധിതരായത്. ഇപ്പോ അതാ ഇത്തരം ഒരു ആശയം ഇവിടെ നിന്ന് ഉരുത്തിരിഞ്ഞു കിട്ടിയെന്ന്, അതായത് ഈ ക്ഷാമത്തിൽ നിന്നും, ഉപകരണ ക്ഷാമത്തിൽ നിന്നുമാണ് ഇത്തരം ഒരു ആശയം പിറന്നത്. എങ്കിലും അതുണ്ടാക്കിയ പ്രയോജനങ്ങൾ അത്ഭുതകരമാണ്. സാധാരണയായി കനത്ത പരമ്പരാഗത പീരങ്കികളെ ആശ്രയിക്കുന്നതിനു പകരം റഷ്യൻ ഡ്രോണുകളിൽ നിന്നും കൗണ്ടർ ബാറ്ററി ഫയറിൽ നിന്നും രക്ഷപ്പെടാനായി ശത്രു ലക്ഷ്യങ്ങളിലേക്ക് റോക്കറ്റുകൾ വിക്ഷേപിക്കാനാണ് കാറിന് ഉപയോഗിക്കുന്നത്. പരിഷ്കരിച്ച ഈ സിവിൽ വാഹനത്തെ ഉക്രൈനിലെ 114ാമത് ടെറിട്ടോറിയൽ ഡിഫൻസ് ബ്രിഗേഡിയറാണ് യുദ്ധമുന്നണിയിലേക്ക് എത്തിച്ചത്. റഷ്യൻ നിരീക്ഷണത്തിൽ നിന്നും രക്ഷപ്പെടാനായി വാഹനത്തിൽ ഗ്രേ ഗ്രീൻ പെയിന്റ് അടിച്ചു. കാറിന്റെ പിറകിൽ മേൽക്കുരയോട് ചേർന്ന് റോക്കറ്റ് ലോഞ്ചർ ഘടിപ്പിച്ചിരിക്കുന്നത്. ഭാരമേറിയ ലോഞ്ചർ ഉയർത്തുന്ന സമയത്ത് കാറിന്റെ സ്ഥിരത നിലനിർത്തുന്നതിനായി പ്രത്യേകം സപ്പോർട്ടിംഗ് സംവിധാനവുമുണ്ട്. ഇതിനായി കാറിന്റെ ഫ്രെയിമിൽ പ്രത്യേകം കാലുകൾ ഘടിപ്പിച്ചിട്ടുണ്ട്. ലോഞ്ചർ ഉയർത്തുന്ന സമയത്ത് ഇവ ഭൂമിയിൽ ഉറച്ചു നിന്ന് കാറിന്റെ ബാലൻസ് നഷ്ടപ്പെടുത്തുന്നത് തടയും. മുമ്പ് പിക്കപ്പ് ട്രക്കുകളും ചെറു വാഹനങ്ങളിലും ചെറിയ റോക്കറ്റ് ലോഞ്ചറുകൾ ഘടിപ്പിച്ച് ഉക്രൈൻ പരീക്ഷണങ്ങൾ നടത്തിയിട്ടുണ്ട്. ഇൻഫൻട്രി യൂണിറ്റുകൾക്കും ഹ്രസ്വദൂര ആക്രമണങ്ങൾക്കുള്ള സഹായം നൽകുന്നതിനാണ് ഈ നീക്കം. യുദ്ധമുന്നണിയിൽ പെടുന്ന നീക്കങ്ങൾക്കുള്ള ഇത് വളരെ സഹായകരമായിരുന്നു. സാധാരണയായി ഇത്തരം നീക്കങ്ങൾക്ക് ടൊയോട്ടോ ഹൈലക്സ് പോലുള്ള ഉറപ്പുള്ള പിക്കപ്പ് ട്രക്കുകളാണ് ഉപയോഗിക്കാറുള്ളത്. ഇതിൽ നിന്നും വ്യത്യസ്തമായി ആഡംബര കാറുകളെയും ഈ രീതിയിലേക്ക് മാറ്റിയിരിക്കുകയാണ് ഉക്രൈൻ. അതായത് വല്ലവന് പുല്ലും ആയുധം എന്നതുപോലെ BMW ഇപ്പോൾ ആയുധമാക്കിയിരിക്കുകയാണ് ഉക്രൈൻ.